നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വീരേതിഹാസം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അനുസ്മരിച്ചു. സമ്മേളനം അബ്ദു സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലത്ത് മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ നിസ്തുലമാണെന്ന് സംസ്ഥാന വനം സ്പോർട്സ് മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. മുസ്ലിംകൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്കായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് എക്കാലത്തും MES അസ്മാബി കോളേജ് നടത്തുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. UGC സഹായത്തോടെ P. വെമ്പല്ലൂർ MES കോളേജിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക രംഗത്ത് വളർന്നുവരുന്ന തലമുറയ്ക്ക് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് മന്ത്രി അറിയിച്ചു. 2007 മുതൽ 2012 വരെ വളരെ വിശദമായ ഒരു പ്രവർത്തന റിപ്പോർട്ടാണ് ലഭിച്ചത്. അതിൽ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മനോഹരമായ ചിത്രവുമുണ്ട്. ഏതാണ്ട് 70 ലക്ഷം രൂപ UGCയിൽ നിന്ന് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും മറ്റ് അധ്യാപകരുടെയും ഒക്കെ വലിയൊരു പ്രശംസ അർഹിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അവരെ ഞാൻ അനുമോദിക്കുന്നു. കേരള സർക്കാരിൽ നിന്ന് മാത്രം പണം വാങ്ങി ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. സാധാരണയായി സ്പോർട്സ് വകുപ്പിന് പതിവായി ഒരു 12 കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റിവെക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സ്പോർട്സ് കൗൺസിലിന് മാത്രം 22 കോടി രൂപ ഈ സർക്കാർ മാറ്റിവെച്ചു. സ്പോർട്സ് ഡയറക്ടറേറ്റിന് അത് കൂടാതെ ഒരു 15 കോടിയും തന്നു. ഇത് മുഴുവൻ കേരളത്തിലെ കായിക രംഗത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ നീളത്തിലുള്ള 3 ഉത്തരവുകളാണ് ഞാനിന്ന് പ്രധാനമന്ത്രി പറയുകയായിരുന്നു. പുറത്തിറക്കിയത് സർക്കാരിൽ നിന്ന് ഇറക്കിയ ഉത്തരവ് MLA-മാരുടെ രാഷ്ട്രീയം നോക്കാതെ, പ്രാദേശിക പരിഗണനകൾ നോക്കാതെ മികച്ച കളികൾ, ഇപ്പോൾ വോളിബോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന സ്ഥലത്ത് വോളിബോളിന് ആവശ്യമായ ലോക നിലവാരമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ബാസ്കറ്റ്ബോളിന് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കുക. ഷട്ടിൽ കോർട്ടുകൾ പോലും, സാധാരണക്കാർ ഏറ്റവും അധികം കളിക്കുന്ന ഷട്ടിൽ കോർട്ടുകൾ പോലും സിന്തറ്റിക്കായി ലോക നിലവാരത്തിൽ ചെയ്ത് ഫ്ലഡ് ലൈറ്റ് അടക്കം വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കായിക രംഗത്ത് നടക്കുന്നത്. അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, 2013 പകുതിയാവുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആധുനിക സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റും. ഞാൻ പണ്ട് മന്ത്രിയായപ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത വോൾവോ ബസ്സും മിനി ബസ്സും ഒക്കെ കൊണ്ടുവന്നതുപോലെ കായിക രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങും കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത മാറ്റം നമ്മൾ ഉണ്ടാക്കും. കോഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ ഉദ്ഘാടനം TN പ്രതാപൻ MLA-യും ശാരീരിക ക്ഷമതയ്ക്ക് പോരായ്കയുള്ള വിദ്യാർത്ഥികൾക്കുള്ള റിട്ടയറിംഗ് റൂം VS സുനിൽകുമാർ MLA-യും ഉദ്ഘാടനം ചെയ്തു. MES ജനറൽ സെക്രട്ടറി POJ ലെബ്ബ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കോളേജ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് KK കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. MES മുൻ സംസ്ഥാന പ്രസിഡന്റ് K. ജെയ്നി, ജില്ലാ സെക്രട്ടറി KM അബ്ദുൾ സലാം, SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അബിദ് അലി, MES ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് സിയാഹുദ്ദീൻ അഹമ്മദ്, MES ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി M. അഷറഫ്, താലൂക്ക് പ്രസിഡന്റ് VM ഷൈൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് KM മുഷ്താഖ് മൊയ്തീൻ, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ K. കേശവൻ, സൂപ്രണ്ട് KS ഹസൻ, PTA വൈസ് പ്രസിഡന്റ് PM മൊഹിയുദ്ദീൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്ഥിരം പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നാഷണൽ ഗെയിംസിലെ ബോക്സിംഗ് മത്സരവേദിയായ തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികൾ സ്റ്റേഡിയം പരിശോധിച്ച് ലഭിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്റ്റേഡിയത്തിന്റെ ഫ്ലോറിംഗ് 15 ദിവസത്തിനകം പൂർത്തിയാക്കും. സ്റ്റേഡിയത്തിനകത്തെ വായുവും ശബ്ദവും ക്രമീകരിക്കുന്നതിനായി എക്സോസ്റ്റ് ഫാനുകളും എക്കോസ്റ്റിക് സംവിധാനവും ഏർപ്പെടുത്തും. മികച്ച നിലവാരത്തിലുള്ള കളിസ്ഥലങ്ങൾ സാധാരണക്കാരായ കുട്ടികൾക്ക് ഒരുക്കിക്കൊടുത്താൽ സ്പോർട്സ് രംഗം രക്ഷപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്റ്റേഡിയത്തിലെത്തിയ മന്ത്രിയെ TN പ്രതാപൻ MLA-യുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മുൻ DGP-യും ദേശീയ ഗെയിംസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ജേക്കബ് പുന്നൂസ്, ചീഫ് കോർഡിനേറ്റർ R. അനിൽകുമാർ, P. ബിജു, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം എത്തിയിരുന്നു. മുകളിലത്തെ ലെവലിൽ ഇങ്ങനെ ഒരു ഫാന് കിടന്ന് അവിടെ അടഞ്ഞിരിക്കുക, മുകളിലോട്ട് വരുമ്പോൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകൾ പങ്കെടുക്കുന്ന കായികമേളയ്ക്ക് വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ ആതിഥേയത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1700-ൽ പരം കായിക താരങ്ങൾ നവംബർ
61 ഇനങ്ങളിലായിട്ട് നടക്കുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അവറുകളാണ്. 28-ാം തീയതി നടക്കുന്ന സമാപന ചടങ്ങിൽ ബഹുമാനപ്പെട്ട വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ VS നവാസ് അവറുകൾ സമ്മാനദാനം നിർവഹിക്കും. ജില്ലയിലെ 53 സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ മേളയിൽ 1800-ൽ പരം കായിക താരങ്ങൾ നവംബർ 26, 27, 28 തീയതികളിലായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. 61 ഇനങ്ങളിലായി നടക്കുന്ന ഈ മേള തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ VS നവാസ് സമ്മാനദാനം നൽകും. പ്രിൻസിപ്പൽ KP വേണുഗോപാലൻ, ഹെഡ് മിസ്ട്രസ് N സരിത, അനൂപ് കുമാർ, സിനി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വീരേതിഹാസമായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ 67ാമത് ചരമവാർഷികം അനുസ്മരണ സമ്മേളനത്തോടെ ആചരിച്ചു. MP അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. സാധാരണ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കാത്ത സുന്നത്ത് നോമ്പുകൾ പോലും അബ്ദുറഹ്മാൻ സാഹിബ് അനുഷ്ഠിച്ചു പോന്നിരുന്നു എന്ന്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം, ഈ സുന്നത്ത് നോമ്പിന്റെ ദിവസം, മുഹറം 9, ലോകം മുഴുക്കെ മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ ഉപവാസം അനുഷ്ഠിക്കുന്ന ദിവസം, അന്നപാനീയങ്ങൾ വെടിഞ്ഞ് ദൈവഭക്തിയിൽ ആത്മസംസ്കരണത്തിന് സ്വയം സമർപ്പിക്കുന്ന ദിവസം, ഈ മഹാമനീഷിയെ, ഭാരതത്തിന്റെ ഈ മഹാപുത്രനെ, ഈ മഹാമനുഷ്യസ്നേഹിയെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ വീരയോദ്ധാവിനെ, ഈ ദേശസമുദ്ധാരകനെ, ഈ സമൂഹ പരിഷ്കർത്താവിനെ, മൈത്രിയുടെ ഈ കൊടിവാഹകനെ, ദേശീയതയുടെ ഈ അടിയറവ് പറയാത്ത പോരാളിയെ ഓർക്കുക എന്ന് പറയുന്നത് വളരെ വികാര സാന്ദ്രമായിട്ടുള്ള ഒന്നാണ്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ എൻഡോമെന്റ് വിതരണം നടത്തി. TN പ്രതാപൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപകൻ K വിനോദ്, KK അബീദ് അലി, VC ജോർജ്, പ്രൊഫസർ KA അബ്ദുള്ള, PV അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. വിവാദങ്ങളുടെ മരീചികയായ നാട്ടിക ബീച്ച് പൊതുകിണർ വീണ്ടും തുറക്കേണ്ടതില്ലെന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. നാട്ടിക ബീച്ച് പ്രതികരണ വേദിയുടെ പരാതി പ്രകാരം വെള്ളം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഓംബുഡ്സ്മാൻ വിധിച്ചിരുന്നു. ഈ വിധി പ്രകാരം വെള്ളം പരിശോധിച്ചതിനു ശേഷം മാലിന്യത്തിന്റെ അളവ് കൂടുതൽ കണ്ടെത്തിയതിനു ശേഷമാണ് പഞ്ചായത്ത് യോഗം ചേർന്ന് തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 30-നായിരുന്നു നാട്ടിക ബീച്ച് KMUP സ്കൂളിന് സമീപമുള്ള പൊതുകിണർ നാട്ടുകാർ മണ്ണിട്ട് മൂടിയത്. നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി PK ബാബുവിന്റെ നേതൃത്വത്തിൽ 11-ാം തീയതിയായിരുന്നു കിണർ വെള്ളം കുഴിച്ചെടുത്തത്. ഈ വെള്ളം തൃശൂർ വാട്ടർ അതോറിറ്റിയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിന് അയച്ചു. വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവും ഇരുമ്പിന്റെ അംശവും വളരെ കൂടുതലാണ് എന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഇതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി കിണർ തുറക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്.